ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. രാവിലെയാണ്. ഞാനൊരു ഉച്ചയാകുമ്പോൾ തിരിച്ച് ഗോതംബർഗ് എത്തും. ഗോതംബർഗിലേക്ക് പോകും. ഈവനിങ് എത്തും. സോ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്തൊരു ഓൾഡ് കിരുണ സിറ്റിയിലെ ഒരു ചർച്ച് ഉണ്ട്. അപ്പോൾ അതൊരു ഐക്കോണിക് ചർച്ചായിട്ട് എനിക്ക് തോന്നി. അതൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി രാവിലെ നടക്കിറങ്ങിയതാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ കിരുണ സിറ്റി ഒരു വലിയ മൈനിനോട് എന്താ പറയുക ബന്ധപ്പെട്ടുള്ള ഒരു സിറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഭാഗമൊക്കെ ഈ പറഞ്ഞ ഓൾഡ് കിരുണ സിറ്റി എന്ന് പറയാം. ആൻഡ് നമ്മൾ ഈ കുന്നുകളുടെയൊക്കെ താഴെ ഒരുപാട് ആ മൈനിൻ്റെ ടണലും സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇവഞ്ച്വലി അവരെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടുന്ന് മാറ്റി ആസ് എ ഹോൾ സിറ്റി കിരുണ സിറ്റി തന്നെ ഓൾഡ് സിറ്റി തന്നെ മുഴുവനായിട്ട് ഷിഫ്റ്റ് ചെയ്ത് പുതിയ അവിടെ ന്യൂ കിരുണ സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ വളരെ റീസെൻ്റ്ലി ആ ചർച്ചും അവർ ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. ഇന്നലെ പോയപ്പോൾ നമ്മുടെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നത് ആ ചർച്ച് നീക്കാൻ വേണ്ടി പ്രത്യേകം ഒരു റോഡ് തന്നെ ക്ലിയർ ചെയ്തിട്ട് ആണ് ചെയ്യുക. 4 കിലോമീറ്റർ നീക്കണം, 2 ദിവസം എടുത്തിട്ട് ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഗോപുരം ഇവിടുന്ന് കാണാണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്ന കുറേ ഒരു ഹില്ല് പോലെ കാണുന്നത് ആക്ച്വലി ആ മൈനിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അയൺ മൈനാണ്. ഇവിടുത്തെ മെയിൻ ഏറ്റവും വലിയ മൈനാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ രാത്രി നോർത്തേൺ ലൈറ്റ്സ് പ്രതീക്ഷിച്ച് ഒരു ലേക്കിൽ പോയിരുന്നു രാത്രി. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കാണാൻ പറ്റിയില്ല. സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയാം. പിന്നെ അഗെയിൻ ടെമ്പറേച്ചറൊക്കെ നല്ലോണം താഴെ പോയി. ഇപ്പോൾ -8 അഗെയിൻ ദാറ്റ്സ് അതും വളരെ കമ്പാരിറ്റീവ്ലി കൂടുതലാണെന്ന് പറയണത്. ഐ മീൻ -20 വരുന്ന സ്ഥലത്താണ് -8 എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് നമ്മൾ വൈകാതെ ചെക്കൗട്ട് ചെയ്യും ആൻഡ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ വർക്ക് ലൈഫ്. ഇപ്പൊക്കെ നല്ലോണം തണുപ്പായപ്പോൾ ഈ പറഞ്ഞ പോലെ സ്മൂത്തായിരുന്ന റോഡൊക്കെ മാറി കുറേ കൂടി ഡ്രൈ ഐസായി വീണ്ടും നടക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ സ്പൈക്സും വാങ്ങിയിട്ടുണ്ട്. സ്പൈക്സ് ഒരു സംഭവം തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇത് നേരെ കാണുന്ന ലെയർ പോലെ ഹീപ്പായിട്ടുള്ള ഭാഗം മൈനിൻ്റെ ഭാഗമാണ്. ഓക്കെ, അതിൻ്റെ അവിടെ ദൂരെയൊക്കെ വലിയ കുന്നുകൾ കാണാനുണ്ട്, മഞ്ഞ് വീണടക്കം. ഓൾഡ് കിരുണ സിറ്റി. ഓക്കെ, ശനിയാഴ്ചയാണ്. അത് കാരണം എല്ലാവരും പതുക്കെയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂളിലോട്ട് പോകുന്നതിൻ്റെ പിള്ളേരുടെ തിക്കുന്നതായിരിക്കും പോലെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർക്കും പുറത്ത് കാണാനില്ല.
ഇതാണ് ആ വിശ്വവിഖ്യാതമായ മൈൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കാണുന്നതാണ് നമ്മുടെ ഇവർ മാറ്റിപ്പാർപ്പിക്കാൻ പോകുന്ന പള്ളി. നമുക്കതിന് മുമ്പ് ആ സൈഡൊന്ന് കാണാം. അല്ല, കുറച്ചും കൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ടുവേഡ്സ് ഈസ്റ്റ് സ്വീഡനാണ്. കുറേ കൂടി വിൽഡർനെസ്സാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കിരുണ ഓൾഡ് സിറ്റിയിലെ ബോർഡറെന്ന് പറയാം. കണ്ടോ, ഇതാണ് നമ്മുടെ മൈൻ. വാണ്ടർ മൈനാണ് കേട്ടോ. എൻ്റെ മൈൻ്റെ അപ്പുറത്ത് ഭയങ്കര നല്ല രസമുണ്ട്. നമ്മുടെ ഹിമാലയൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ദൂരെ മലകളും മല ഫുള്ള് മഞ്ഞും. കുറച്ച് ഭയങ്കര ദൂരേക്ക് നോക്കുമ്പോൾ എന്താ പറയുക, മണലാരണ്യങ്ങൾ പോലെ സ്നോ കിടക്കണം. അവിടെ വേറെ വിൻഡ് മില്ലൊക്കെ ഉണ്ട്, വിൻഡ് ടർബൈൻ. നൈസ്. ഇനി നമുക്ക് നമ്മുടെ പള്ളിയിലേക്ക് പോകാം. മൊത്തത്തിൽ ഗോതൻബർഗ് ഇതുവരെ ഇതുപോലൊരു വ്യൂ ഈ വിൻ്ററിൽ കണ്ടിട്ടില്ല, ഫുൾ സ്നോ ആയിട്ട്. കഴിഞ്ഞ വർഷം നല്ല രസമായിരുന്നു. ഇവിടെ ഇങ്ങനെ സ്നോയും സൺറൈസൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു നല്ല സന്തോഷം. ഇവിടെയാണ് നമ്മുടെ ചർച്ച്. സഹചാരികളൊക്കെ ഇപ്പോഴും ഇന്നലത്തെ ക്ഷീണം മാറി വരുന്നുള്ളൂ. അവർക്ക് കുറച്ചും കൂടി സമയമുണ്ട്, ഈവനിങ് പോയാൽ മതി. ഞാൻ നേരത്തെ പോകണ കാരണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. That's so beautiful. ഫുള്ള് ഈ പറഞ്ഞ റീകൺസ്ട്രക്ഷൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ് കേട്ടോ. ലാൻഡ് ട്രാഫിക് തന്നെ മുമ്പോട്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. സോഫാർ നമ്മുടെ കമ്മ്യൂട്ട് ഫുള്ള് നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്ത ടീംസ് തന്നെ സെറ്റപ്പാക്കി തന്നു. പക്ഷേ ഇവിടെ ബസ്സുണ്ട്, എപ്പോഴും ഇല്ല.
പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇങ്ങനെ നമ്മൾ തേടി വന്ന നമ്മുടെ പള്ളി. ഇതൊരു ചെറിയൊരു ഹോട്ടൽ പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പള്ളി ക്ലോസ്ഡ് ആണ്. മേ ബി ഷിഫ്റ്റിംഗ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടാവേണ്ടതാണ്. സോ നമുക്ക് അടുത്ത് കാണാൻ പാകില്ല. അതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി സംഭവമാണ് ഈ മോസ്കോ ഇൻഫ്ലുവൻസ് പോലത്തെ ഷേപ്പുകൾ. എന്താ മാമന്മാർ പിന്നെ ഐസിൽ ഇങ്ങനെ സ്കേറ്റ് ചെയ്യാൻ തയ്യാറായി നടക്കുന്നുണ്ട്. അവരവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പണി നടക്കുന്ന കാരണം. ആൻഡ് ഓൾസോ അവർ ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ പാത്തും കാര്യങ്ങളൊക്കെ അവർ നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ കിംഗ് സിറ്റി. അന്ന് നമ്മളൊന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഓൾഡ് സിറ്റി ആയി. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, ഇത് തന്നെ എത്രയോ 4 കിലോമീറ്റർ മാറിയിട്ടാണ് ന്യൂ സിറ്റി ഉള്ളത്. സോ സമയം ഉണ്ടെങ്കിൽ നടന്ന് കാണാം. അത്യാവശ്യം എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആയെന്ന് തോന്നുന്നു. ഹോപ്പ്ഫുള്ളി അടുത്ത റൗണ്ട് ബസ് വരണ്ടേ. യുക്കാസ്ലാവി ഗൈസ്, ഞാൻ സ്ലിപ്പായി ഗൈസ്. നിങ്ങൾ എൻ്റെ ചലനങ്ങൾ എൻ്റെ ഷാഡോയിൽ കണ്ടുണ്ടാവാനാണ് സാധ്യത. പക്ഷെ ഇന്നലത്തെ കറക്കം ഒരു 1.5 കറക്കമായിരുന്നു. ലിറ്ററലി പമ്പരം തിരിയണ പോലെ തിരിഞ്ഞത്. അപ്പോൾ അവിടെ കണ്ടു നിന്ന യൂറോപ്യൻസാണ് നമ്മുടെ അടുത്ത് സ്പൈക്കിലായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ജൂണ അല്ലെങ്കിൽ ഒരു ലാപ്ലാൻഡ് സിറ്റി മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. യൂറോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് വൈബാണ്. പൈസ ഉണ്ടോ? ഇവിടുത്തെ ആൾക്കാർ ഈ കൂളായിട്ട് നടക്കണതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് കിട്ടിയത്. എല്ലാവരുടെ ഷൂസും ഈ പറഞ്ഞ സാധനമുണ്ട്. അതില്ലെങ്കിൽ എപ്പോൾ വീണമെന്ന് ചോദിച്ചാൽ മതി. ആദ്യത്തെ ദിവസം പാല് വാങ്ങാൻ പോയപ്പോൾ കണ്ട ബിൽഡിംഗ് ആട്ടോ, പീറ്റ ബെറിയറ്റ്. സോ വി ആർ ക്ലോസ്. സിറ്റി മാറിപ്പോയാലും
ഈ ടവർ ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്കൊരു തിരിച്ചു വരുമ്പോൾ സ്പോട്ട് ചെയ്യാൻ ഇവനെ ഉപയോഗിക്കാം. തിരിച്ചു വരാൻ പറ്റട്ടെ. ആൻഡ് ഇതാണ് നമ്മുടെ സ്ട്രീറ്റ്. ഇവിടെയാണ് നമ്മൾ 2 ദിവസം സ്പെൻഡ് ചെയ്തതെന്ന് പറയാം. 2 days. പക്ഷെ 2 ദിവസം പോരാ കേട്ടോ. ഇഫ് യു ആർ ലക്കി നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റിയെങ്കിൽ 2 ദിവസം മതി. അല്ലെങ്കിൽ നമുക്കൊന്ന് ശ്വാസം വിട്ട് കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു 3 ദിവസവും 4 ദിവസവും ഉണ്ടെങ്കിൽ പെർഫെക്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ സ്കീയിങ്ങും കുറച്ചും കൂടി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഡോഗ് സ്ലെഡ്ജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുകയാണെങ്കിൽ ഒരു 3-4 ദിവസം ഉണ്ടെങ്കിൽ പെർഫെക്റ്റാണ്. പക്ഷെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. യെസ്, വി ആർ ബാക്ക് ടു അവർ പ്ലേസ്. ഇനിയിപ്പോൾ നമുക്ക് ഫൈനലായിട്ട് പ്രോബബ്ലി വിമാനത്തിലിരുന്ന് കുറച്ച് ഏരിയൽ ഷോട്ട്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ഇനി ഗോത്തൻബർഗ് കാണാം. ഓക്കെ, ബൈ ബൈ. I think it's -6 or 8. Yeah, it was horrible. It was too warm yesterday. Yeah. We don't like when we get that warm temperatures. We couldn't go to the forest for this snowmobile tour, so we went to the lake instead. Okay. Yeah. Oh, no, it was so soft. What's the lowest temperature in Kiruna usually The during the lowest in my life have been -52 degrees. -52? A little bit outside the Kiruna, where you have been yesterday. There it was -52, but it was many years ago. I was in the Swedish army then. Oh, okay. I was 18 years old then, Okay. so it's like about 30-40 years ago. That was Okay. the coldest. What's your name? Leif. Leif. Ah, okay, yeah. No, so it was a long time ago. But sometimes now we can also go down to -40 still in the winter. -45 sometimes. But it's much warmer than before. So it's much easier to live here now. Okay. Before, when it was normal
when it's get now we are not so used, you know. So when it's get really cold, we get little. Oh, it's so cold, you know. Yeah. When you get used with something, then. സോ നമ്മൾ എയർപോർട്ടിലോട്ട് തിരിച്ചു പോവാണ്. നമ്മുടെ ലൈഫ് ഉണ്ട്. You're from India. Yeah. Okay. And I have been studying in Gothenburg for 2 years now. Now you studied. Yeah. Okay. What are you studied at? I am a mechanical engineer Okay. and I study masters Okay. in applied mechanics. Flight. No, applied mechanics. It's like we do simulations and stuff. Yeah. Do you like Sweden then? Yeah, I like it. I love it. Okay. And you have your family now there, the rest in the house then? Or? No, one of them is my cousin. He's Okay. my brother, and the rest of them his friends. And yeah, Do they live in Germany then? yeah, No. You know that we have built a new city here. yeah. I heard about it yesterday. The old city is on the way to crash down into the iron mine. Okay, We have a big deep iron mine. 2,000 meter deep, you know. okay. It's the biggest underground mine in the world. Oh, yeah. So many holes down there. Okay. And now the iron body of iron go under the whole city center when it's so deep there, and then it's turn and it go under. So when they dig away there, it's collapse, you know. Okay. So yesterday night we had some demolitions. Or there was the building shaking in the middle of the night. 1:15 they shoot. Okay. Around 1:15 every night they shoot, and then you feel. Yeah. We thought it was like some kind of earthquake. Then we realized it was the mine. No, it's the mine. They shoot every day the same time. Okay. And crackle, you know, the concrete. I think. Yeah. But they don't have too many concrete houses here, right? It's all wood. Yeah, we have still lots of concretes and Okay. brick houses also. You know, we have the old hospital. He have really big cracks now in the hospital. I see. They are big, really big like this, you know.